ഫ്രാൻസിൽ 2025 ജാനുവരി മുതൽ ജൂൺ വരെ നടന്നത് 401 ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾ. കഴിഞ്ഞ വർഷം 2024 13% ആക്രമണങ്ങളിൽ വർധനവ് എന്ന് പാരീസ് മുഖപത്രമായ ലാ പരീസിയൻ. ഒരിക്കൽ കത്തോലിക്ക സഭയുടെ ആദ്യ ജാഥ എന്ന നാമവിശേഷണത്താൽ അലങ്കൃതമായ ഫ്രാൻസിന്റെ ഗതി ഇനി എന്ത് എന്ന് ഉറ്റുനോക്കി ക്രൈസ്തവ ലോകം. ഫ്രാൻസിൽ കുറച്ചു നാളുകളായി ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ. ഈ വർഷം 2025 ജനുവരി മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ നടന്നത് 401 ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾ. കഴിഞ്ഞ 2024 കണക്കനുസരിച്ച് ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളിൽ ഏകദേശം 13% വർധനവുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വസ്തുവകകൾ നശിപ്പിക്കൽ, മോഷണം, ദേവാലയം അശുദ്ധമാക്കൽ, വാക്പോരാട്ടം തുടങ്ങിയവയാണ് കത്തോലിക്കരുടെ വിശേഷ അവധി ദിനങ്ങളിൽ തെരുവിലും ദേവാലയത്തിലുമായി അരങ്ങേറുന്നത്. ഒരിക്കൽ ക്രൈസ്തവ രാജ്യമായിരുന്ന ഫ്രാൻസിൽ മതനിരാസം എന്ന വിഷവിത്ത് വീണതോടുകൂടി ക്രൈസ്തവരുടെ വിശ്വാസത്തിലുള്ള സമർപ്പണവും വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള തിരുക്കർമ്മങ്ങളിലുള്ള പങ്കാളിത്തവും തുലവും തുച്ഛമായി കുറഞ്ഞു. ഒരിക്കൽ വിശ്വാസത്തിനു വേണ്ടി ത്യാഗം സഹിച്ച ഫ്രാൻസ് അറിയപ്പെട്ടത് തന്നെ കത്തോലിക്ക സഭയുടെ ആദ്യ ജാഥ എന്ന പേരിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ക്രൈസ്തവീയതയ്ക്ക് വില കൊടുക്കേണ്ടി വരുന്ന ഏറ്റവും ഗതികെട്ട യൂറോപ്യൻ രാജ്യമെന്ന നിലയിലേക്ക് ഫ്രാൻസ് അധപതിച്ചു. 2023 യൂറോപ്യൻ രാജ്യങ്ങളിൽ ആകമാനം നടന്ന 2400 ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളിൽ 1000-ഓളവും അരങ്ങേറിയത് ഫ്രാൻസിന്റെ മണ്ണിലായിരുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന സത്യമാണ്. ഈ ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളെ കണക്കിലെടുത്ത് ദേവാലയങ്ങളിലും മറ്റ് പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലും ക്രൈസ്തവ ആഘോഷവേളകളിലും പോലീസ് സംരക്ഷണം ഉറപ്പാക്കിയിട്ടുണ്ട്. ഫ്രാൻസിന്റെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ക്രൈസ്തവ വിശ്വാസത്തിലേക്കുള്ള തിരിച്ചുവരവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.